ഇന്നലെ എന്നെ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരാറ്. ഞാൻ കൂളായിട്ട് വരാറുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ട്, RC ബുക്ക് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്, സ്ലോയിലാണ് വന്നത്. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ കൊണ്ടുപോയി നിർത്തി വണ്ടി എടുത്ത് മറ്റേ പോലീസുകാരുടെ അടുത്ത്. അപ്പോഴാണ് അവർ പറഞ്ഞ സൈഡിലുള്ള ഇതെന്തേന്ന് ചോദിച്ച്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ പെട്ടെന്നാണ് ആലോചിച്ചത്, ഞാൻ മറന്നു ആക്ച്വലി അത് ഒട്ടിക്കാൻ. അവർ പറഞ്ഞിരുന്നു ഫ്രണ്ടിലും പുറകിലും മാത്രമാണ് ഇതുണ്ടായുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്, പക്ഷെ ഞാൻ മറന്നുപോയി ഒട്ടിക്കാൻ. ആ മറവിയുടെ ഒരു ശിക്ഷയായിട്ട് അവർ 3000 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ ഒട്ടിച്ചില്ലെങ്കിൽ 2000 to 2000 to 3000 രൂപ ഫൈൻ എന്തായാലും കൊടുക്കേണ്ടി വരും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രിഗറായത് വേറെ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്താൽ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടയ്ക്കാനൊരു ഇത് വെച്ചിട്ടുണ്ട്. വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാലും നമുക്ക് മിസ്റ്റേക്ക് ആണ്. അതേപോലെ ഓവർ സ്പീഡ്, സൈഡിലിരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ഫൈന്, അങ്ങനെ ഒരുപാട് ഫൈനുകളുടെ ലോകത്താണ് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നത്. സംഭവം ഇതിനേക്കാൾ ഫൈനാണ് വിദേശത്തൊക്കെ. അതുകൊണ്ട് നമ്മൾ വലിയ കെയർ ഇല്ല, കാരണം നമ്മൾ നന്നാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫൈനൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് ഇപ്പോൾ ന്യായമായിട്ടുള്ള, അപ്പോൾ ഈ ഒരു സാധനം ഒട്ടിക്കാത്തതിന് അവരിട്ടേക്കുന്ന സംഭവം 3000, എനിക്കറിയില്ല, 3000 എൻ്റെ നിന്ന് വാങ്ങിച്ചത്. ചെല്ലാൻ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റെസിപ്റ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി പറഞ്ഞു 3000 രൂപ ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അറിഞ്ഞില്ല, സോറി, എന്തായാലും ഒട്ടിക്കാൻ നാളെ ഒരു വാണിംഗ് ഇതായിട്ട് ഞാൻ എന്തായാലും നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കി, ഐ ട്രൈഡ്. പക്ഷെ അവർ പറഞ്ഞു പുള്ളിയുടെ കയ്യിലിട്ട് 500 കൊടുത്തു കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് ട്രിഗറായി. എന്തിനു ഞാൻ ഇവന്മാർക്ക് കൈക്കൂലി കൊടുക്കണേ, ഇവർക്ക് കൈക്കൂലി കൊടുക്കണം എന്തിനാന്നുള്ളൊരു സാധനം എനിക്ക് അടിച്ചു തട്ടി. അപ്പോൾ ഞാനവിടെ അവരുടെ അടുത്ത് പ്രതികരിച്ചു, നിങ്ങളെന്താ കള്ളന്മാരാണോ എന്ന് ചോദിച്ചു. അതായത് ഒളിച്ച് നിന്ന് ചാടി കയറി പിടിക്കാനായിട്ട് ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാനൊരു വണ്ടി എടുത്തു, അതിൽ ഒരു മിസ്റ്റേക്ക് പറ്റി, എൻ്റെ തെറ്റാണ് അത്. ഇനിയിപ്പോൾ നമ്മൾ ന്യായം മരിച്ചിട്ടായില്ല, നമുക്ക് ഫൈൻ അടിച്ച് കിട്ടി, നമുക്ക് കോടതിയിൽ അടയ്ക്കേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ, നമ്മൾ അടയ്ക്കാൻ തയ്യാറാണ്. കാരണം നമ്മൾ ചെയ്ത മിസ്റ്റേക്കിന് 3000 രൂപയാണ് ഫൈനെങ്കിൽ ഫൈൻ അടയ്ക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഉമ്മാർ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നവരെന്തിനാണ് 1000 രൂപ 500 രൂപയ്ക്ക് ഒതുക്കാൻ നോക്കുന്നത്? ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണതിന് എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം ഗവൺമെൻറ്റിലേക്ക് ഇപ്പോൾ 3000 പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ 1000 രൂപയ്ക്കെങ്കിലും റോഡ് പണിയും. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല ഗവൺമെൻറ്റിലേക്ക് പോയി. ഇതിപ്പോൾ ഇവരുടെ പോക്കറ്റിലേക്ക് ഞാൻ തന്നെ പൈസ കൊടുക്കണേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ച് ഞാൻ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്തു. നിങ്ങളെന്താ കള്ളന്മാരാണോ? നിങ്ങൾക്ക് നാണാവില്ലേ? രാവിലെ 8 മണിക്കാന്ന് അറിയിക്കണം, രാവിലെ 8 മണിക്ക് കണ്ടായിരുന്നു എന്നെ പിടിച്ചത്. നിങ്ങൾക്ക് രാവിലെ തന്നെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ എന്ന് ചോദിച്ചു. ഒരു കാര്യത്തിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്, കാരണം എനിക്ക് അത് സൂചിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ഒട്ടിക്കാൻ പറ്റി. ഞാൻ ഒട്ടിച്ചു. ഇപ്പം ഞാൻ പോയി ഒട്ടിച്ചിട്ട് വന്നുള്ളൂ, ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ ഫുൾ സംഭവം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു സംഭവമില്ല, ഇനി എനിക്ക് കേസ് തരാനില്ല. ഇനി ഈ കേസുമാർക്ക് ഇനി ഈ സാറുമാർക്ക് എനിക്കെതിരെ കേസെടുക്കാനില്ല, കാരണം ഞാൻ ബാക്കിയുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഈ വീഡിയോ ചെയ്തത് കൊണ്ട് ഇനി എന്നെ വെറുതെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് പിടിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തിനാവട്ടെ, നമ്മൾ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ എനിക്ക് ഈ അനീതി നമ്മൾ വെച്ച് ഉറപ്പിക്കില്ല, കാരണം അനീതി ഭയങ്കര ബാഡാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്ന ഹെൽമെറ്റ് വയ്ക്കാത്തതിനൊക്കെ ഓക്കെ, നമുക്കിവിടെ ഫൈനുള്ളതാണ്. മനുഷ്യന്മാരല്ലേ, മനുഷ്യപ്പറ്റി കാണിച്ചൂടെ? ഇച്ചിരിയെങ്കിലും ഒരു വാണിംഗ് കൊടുക്കാം, ഞാൻ അടുത്തവണ ഇടാമെന്ന് പറയാം. പക്ഷെ ഗവൺമെന്റിലേക്ക് ഇതിപ്പോൾ എനിക്കറിയില്ല, 500 1000 രൂപ അവർ വാങ്ങിച്ചിട്ട് പോകണത് ഇനി അവർ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ വരുന്നതിലേക്ക് എനിക്കറിയില്ല. ഇവർ പേഴ്സണലി എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കൈക്കൂലി ഇറ്റ്സ് വെരി ബാഡാണ്. അതിപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും, കാരണം നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ്. പോലീസ് വലുത്, നമ്മുടെ ടാക്സൊക്കെ കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ നമ്മളുടെ നെഞ്ചത്തേക്ക് കയറാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഇപ്പം 3000 രൂപ ഞാൻ എൻ്റെ നിന്ന് പോകും എന്തായാലും. ഇറ്റ്സ് ഓക്കെ, അത് എന്താണ് വിധി, അത് പോട്ടെ. പക്ഷെ എന്തായാലും അത് നമ്മൾ തെറ്റ് ചെയ്ത് നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ എല്ലാവരും ഇപ്പം ഇത് എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര രൂപ, അല്ലെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ എന്നൊക്കെയുള്ള സംഭവങ്ങൾ അടിച്ച് കിട്ടും. പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ച് പിടിക്കും. അപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടേ? നിങ്ങൾ പാനിക്കാവും, നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, അവർ പറയുന്ന പൈസ എടുത്ത് അവരുടെ പോക്കറ്റിലേക്ക് കൊടുക്കും, അവർ ബിരിയാണി കഴിക്കും, അവരെന്ത് ചായ പിടിക്കും. ഇതിലോട്ടെ എന്നാലും കൂടുതലാണ്, അത് പൈസ കൂടുതലാണ്. ഇപ്പോൾ ഒരാളല്ലല്ലോ, ഇപ്പോൾ സുഖമാണ്. അപ്പോൾ ആലോചിച്ച് പോലീസുകാരെന്ത് സുഖമായിരുന്നല്ലോ, അതൊന്നും ചുമ്മാ നമ്മളിങ്ങനെ ഓരോ കൈയാട്ടി എത്ര രൂപ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഈ ടാക്സ് കുറിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും 100 രൂപ കിട്ടണേ, കൂടാതെ ശമ്പളം കിട്ടും.
വരും, അടിപൊളി പരിപാടി. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ലേ, നമ്മൾ കൊടുക്കുന്നതുകൊണ്ടല്ലേ ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫൈൻ അടിച്ചാൽ വരും, നമ്മൾ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫൈൻ അടിക്കൂ. നിങ്ങൾ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചിട്ട് 10,000 ഫൈനുണ്ട്. അപ്പോൾ 10,000 അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് ഓടിച്ച് നിങ്ങളും അത് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ അടയ്ക്കേണ്ട വരും. അപ്പം നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുക, അതാണ് നമ്മുടെ മാറ്റർ. ഇനിയിപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റിലേക്ക് നിങ്ങൾ എന്തായാലും 3,000 അടച്ചെങ്കിൽ എന്തായാലും ആ ഇൻഡിക്കെങ്കിലും അവർ റോഡ് പണിയും, അല്ലെങ്കിൽ എന്തിനൊക്കെ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അവർ ചെയ്യാതിരിക്കൊന്നുമില്ല. എന്തായാലും നമ്മൾ ആ കൊടുക്കുന്ന പൈസയിൽ കുറച്ചെങ്കിലും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടിരിക്കില്ല. ഇത് വെറുതെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഇവരുടെ കാര്യമൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് അതാ ഒരു ഇതിനും എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ റിയാക്ട് ചെയ്തു. അവരുടെ വീഡിയോ എടുത്തപ്പോൾ അതിലൊരു ഒരു ട്രാഫിക് പോലീസ് എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായി. എന്തെങ്കിലും അറിയാൻ പാടില്ല, ഞാൻ സെലിബ്രേറ്റ് ഒന്നുമല്ല. കുറച്ച് 100 വ്യൂസൊക്കെ കിട്ടിയെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ആണ്, ഒരു 100 വ്യൂസ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ 100 വ്യൂസ് പോലും കിട്ടില്ല. നമ്മൾ ഫോട്ടോ എടുത്തോണ്ട് പോയി എന്തിനാ അറിയില്ല, സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും, കുഴപ്പമില്ല. എന്തായാലും ആ ചേട്ടൻ സാറ് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ടായി, വീഡിയോ എടുത്തിട്ടൊക്കെ പോയിട്ടുണ്ടായി. പിന്നെ എൻ്റെ അടുത്ത് ഫോൺ ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ ഞാൻ ഫോൺ തന്നെ, ട്രാഫിക് പോലീസിന് ഫോൺ തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങോട്ട് പോയി, അവിടെ മാറി നിന്നു. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അവർ ഏതാണ്ട് ചാക്കിട്ട് പിടിക്കണമല്ലോ, ഒരു ബൈക്കുകാരൻ പോയപ്പോൾ ചാക്കിട്ട് പിടിക്കണമല്ലേക്ക് അവന്മാർ പോയി ഓടിപ്പോയൊക്കെ പിടിക്കുന്നത്. കള്ളനാണോ അവൻ? ചെറുതായിട്ടൊന്ന് റോങ് സൈഡ് വരെ വന്നാ. പക്ഷേ ആക്സിഡൻറ്റ് ഉണ്ടാവും, ഓക്കെ. പക്ഷേ അവൻ പേടിച്ചു ഇവർ ഓടിച്ചെണ്ണുണ്ട് ഇപ്പം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രസമായിരുന്നു ആക്ച്വലി. ഇന്നലെ ഞാൻ കുറച്ച് നേരം നിന്നുട്ടോ അവിടെ. അപ്പോൾ നോക്കിയപ്പോൾ ഓരോരുത്തരെ പിടിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾക്ക്. മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥകൾ. എന്തായാലും പോലീസുകാർ, ഞാൻ നിങ്ങളെ കരിവാരിത്തേക്കാനൊന്നും അല്ല, നല്ല പോലീസുകാരുണ്ടാവും, ചീത്ത പോലീസുകാരുണ്ടാവും. അതിപ്പോൾ പോലീസുകാരിൽ എല്ലാ ജോലിയിലും അങ്ങനെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഗവൺമെൻറ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഇതിനോട് നല്ല രീതിയിൽ നീതി പുലർത്തുക, ഫൈൻ അടയ്ക്കുന്നവർക്ക് അടച്ചു കൊടുക്കുക. പക്ഷെ നല്ല വെറുതെ ചെയ്യരുത്, കുറച്ചൊക്കെ വാൺ ചെയ്യുക. അത് നമുക്കിപ്പോൾ തെറ്റുപറ്റിയതാണ്, ഞാൻ മറന്നു പോയതാട്ടോ. എൻ്റെ മറവിക്ക് എനിക്ക് ഫൈൻ അടിച്ച് കിട്ടി, ഇറ്റ്സ് ഓക്കെ. നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് അടിക്കണോട്ടോ. ഈ സാധനം ഇപ്പോൾ എന്തിനത് അടിക്കണമെന്ന് പറയാൻ പാടില്ല, എന്നാലും ഫുൾ ഈ പറഞ്ഞ സാധനമൊക്കെ അടിച്ച് വയ്ക്കണം. അത് നിങ്ങൾക്ക് ഗുണമാണ്, നാളെ ഫൈൻ അടിച്ച് കിട്ടും. കാരണം ഇത് നമ്മുടെ നിയമത്തിലുള്ള നിയമം നമ്മൾ നല്ല രീതിയിൽ നോക്കി വേണം ജീവിക്കാൻ. നല്ല വണ്ടി ഓടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, നിയമവശങ്ങളുണ്ട്. അതൊക്കെ പാലിച്ച് വണ്ടി ഓടിക്കണം. നമുക്ക് ഒരുപാട് ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ. അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ വച്ചേക്കുന്നത്. ആക്സിഡൻറ്റ് ഉണ്ടാവാണ്ടിരിക്കാനൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. നല്ല കാര്യമാണ്, ഞാൻ ഒരിക്കലും അതിന് എതിരല്ല, നല്ല കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാറൊക്കെ നല്ല പരിപാടികളൊക്കെ പറഞ്ഞ് പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്നില്ലേ, നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഭയങ്കര കൈക്കൂലി ഒരിക്കലും പാടില്ല. അത് നിങ്ങൾ നോക്കേണ്ടതാണ്, നിങ്ങൾ തന്നെ. അതായത് നിങ്ങൾ ഓരോരുത്തരും ചെയ്തു. ഇപ്പം ഞാൻ വിചാരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതുകൊണ്ടൊന്നും മാറാൻ പോകണില്ല. നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടാവും, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ. നിങ്ങൾ ഇത് ആലോചിക്കുക. എനിക്കിപ്പോൾ ഇന്നലെ ആ ഒരു 3,000 രൂപ എൻ്റെ ഒരു ദിവസത്തെ വരുമാനമായിരിക്കും ആ പോയത്. നിങ്ങളൊന്ന് വാൺ ചെയ്ത് തരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഒട്ടിച്ചു. ഞാൻ ഇപ്പം നിങ്ങളത് പറഞ്ഞുകൊണ്ട് ഒട്ടിച്ചതാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, ഞാൻ ഒട്ടിക്കേണ്ട ബാധ്യസ്ഥനാണ്. ഞാൻ എന്തായാലും ഒട്ടിച്ചു. അപ്പോൾ എനിക്കൊരു വാണിങ് തന്നെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, 3,000 രൂപ പോയി. എന്തായാലും പോലീസുകാരെ നിങ്ങളൊന്നും നല്ല രീതിയിൽ എന്താ പറയുക, സാധാരണക്കാരെ പിഴയാതിരിക്കുക, കുറച്ച് വാണിങ് കൊടുക്കണം, നല്ലതായിരിക്കും. പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിന് ഒരിക്കലും സപ്പോർട്ടല്ല. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ നിങ്ങൾ പിടിക്കണം, ഫൈൻ അടപ്പിക്കണം. അവിടെ കൊണ്ട് 5,000 രൂപ കയ്യിൽ പിടിച്ചിട്ട് ആ വഴി അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെയും പോയി വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് അവർ 2-3 തവണയൊക്കെ ആകുമ്പോൾ അവർ പിന്നെ വെള്ളമടിച്ച് വണ്ടി ഓടിക്കില്ലാന്നേ. അപ്പം നിങ്ങൾ എന്തിനാണ് അവർക്ക് നിങ്ങളെന്നാൽ എനിക്ക് ഒരു 1,000 രൂപ തന്നെങ്കിൽ ഇവിടെ ഒതുക്കി തീർക്കാന്നൊക്കെ പറയുമ്പോൾ പിന്നീട് അവരെ തെറ്റ് ചെയ്യലുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും ഗുണമില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ നോക്കി ചെയ്യാം. അതായത് നിങ്ങൾക്കിത് വീണ്ടും കിട്ടാനാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും പൈസ കയ്യിലേക്ക് വരാനാണെങ്കിൽ ഓക്കെ. അതല്ല, ഇത് നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തെറ്റ് ചെയ്യാതിരിക്കാനാണ്, നിയമം നല്ല രീതിയിൽ നോക്കി ഇവിടെ അപകടങ്ങളൊന്നും ഇല്ലാതെ ട്രാഫിക്കൊക്കെ അനുസരിച്ച് ജീവിക്കാനാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അവരുടെ നിന്ന് ഫൈൻ വാങ്ങിച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് അടയ്ക്കുക. ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് വരട്ടെ, നമ്മുടെ ഇവിടുത്തെ വികസനങ്ങൾ വരട്ടെ, എല്ലാം നല്ലതായിട്ട് വരട്ടെ. കയ്യിലേക്ക് എടുക്കാതെ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ മാക്സിമം നോക്കാം. ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലുള്ളതും നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട്, ഇവിടെ താഴെ അടിച്ചിട്ടുണ്ട്,
അവിടെയും ഇവിടെയും നമ്മൾ റെഡ് അടിക്കണം. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ വെള്ളയാണ് കേട്ടോ, വെള്ളയാണ്.